ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ സാധാരണ പറയുന്ന ഒരു രീതി ഇങ്ങനെയാണ്. അതായത് ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു വസ്തുവിനെ കുറിച്ച് അത് അങ്ങനെയൊന്നും അല്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ അവരോട് പറയുന്ന ഒരു മറുപടിയാണ് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അത് നീ ഇംഗ്ലീഷ് പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ നീ അത് പഠിക്കാത്തത് കൊണ്ടാണെന്ന് പറയാണ്. അപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും അത് നീ അയാളോട് ചോദിക്കാത്തത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും അത് നീ അയാളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അവിടെ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും അത് നീ അവിടെ പോകാത്തത് കൊണ്ടാണ്. യെസ്, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ സാധാരണ പറയാറുണ്ട്. എന്നാൽ ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അത് നീ അയാളോട് ചോദിക്കാത്തത് കൊണ്ടാണ്, അത് നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, അത് നീ ഇംഗ്ലീഷ് പഠിക്കാത്തത് കൊണ്ടാണ്, അത് അവിടെ പോവാത്തത് കൊണ്ടാണ്, അവൻ അയാളെ കാണാത്തത് കൊണ്ടാണ്. യെസ്, അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ്സ് ബിക്കോസ്. അപ്പോൾ നമുക്കറിയാം ബിക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് സാധാരണ കോമൺ ആയിട്ട് ബേസിക്കായ ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് പോലും നന്നായിട്ട് അറിയാവുന്നൊരു വേർഡാണ്, പരിചയമുള്ളൊരു വേർഡാണ് ബിക്കോസ് എന്ന് പറഞ്ഞാൽ. കാരണം തന്നെയാണ് അതിൻ്റെ അർത്ഥം. യെസ്, കാരണം. അപ്പോൾ ഇവിടെ ദാറ്റ്സ് ബിക്കോസ് എന്നുള്ള ഈ രീതി വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ആ എക്സാമ്പിളുകൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് പറയുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അത് നിങ്ങൾ അയാളോട് ചോദിക്കാത്തത് കൊണ്ടാണ്, അത് നിങ്ങൾ അയാളോട് ചോദിക്കാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് ഇത് പറയാം? യെസ്, ഇവിടെ നമ്മൾ ദാറ്റ്സ് ബിക്കോസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. അത് നിങ്ങൾ അയാളോട് ചോദിക്കാത്തത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ആസ്ക് ഹിം. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ആസ്ക് ഹിം. അത് നിങ്ങൾ അയാളോട് ചോദിക്കാത്തത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ആസ്ക് ഹിം. ദാറ്റ് ഇസ് ബിക്കോസ് അത് ഇത് കാരണമാണ്. ഏത് കാരണമാണ്? യു ഡോണ്ട് ആസ്ക് ഹിം. നിങ്ങൾ അയാളോട് ചോദിക്കാത്തത് കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എന്താ, എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കാരണം എന്താ? നിങ്ങൾ അയാളോട് ചോദിക്കാത്തത് കാരണമാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ചോദിക്കണമായിരുന്നു. അപ്പോൾ ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ആസ്ക് ഹിം. അത് നിങ്ങൾ അയാളോട് ചോദിക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന മറ്റൊരു വാചകം ഇങ്ങനെയായിരുന്നു, അത് നീ ഇംഗ്ലീഷ് പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് നിനക്ക് ഇംഗ്ലീഷ് അത്രമാത്രം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാ പറയാ? അത് നിനക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പാറ്റേൺ തന്നെയാണെങ്കിൽ എങ്ങനെയാ പറയാ? ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് നോ ഇംഗ്ലീഷ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് നോ ഇംഗ്ലീഷ്. അത് നിനക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ്, നിനക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് നോ ഇംഗ്ലീഷ്. ഓക്കെ, ഇപ്പോൾ ഒരാളോട്, ഒരു പെൺകുട്ടിയോട് ഒരാളെ കുറിച്ചൊരു കാര്യം പറയാണ്. അപ്പോൾ അവൾ പറഞ്ഞു അവൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് അവൾ പറയാണ്. അത് കേട്ടപ്പോൾ മറ്റേ ആൾ പറയാണ് അവൾ അവനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അത്രമാത്രം, അവൾ അവനെ അത്രമാത്രം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അവൾ കാണാത്തത്. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഓക്കെ, അവൾ അവനെ അത്രമാത്രം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാ പറയാ? ദാറ്റ് ഇസ് ബിക്കോസ് ഷീ ഡസൻറ്റ് കെയർ ഹിം that much. That is because she doesn't care him that much. അത് അവൾ അവനെ അത്രമാത്രം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അത് അവൾ അവനെ അത്രമാത്രം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. That is because she doesn't care him that much. That much എന്ന് പറഞ്ഞാൽ അത്രമാത്രം എന്നുള്ള അർത്ഥമാണ്. അത്രയ്ക്ക് അങ്ങോട്ട് അവനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പറയുന്നത്. That is because she doesn't care him. ഇനി ഇതുപോലെ തന്നെ പറയാണ്, അത് നിങ്ങൾ ഈ സംഭവം അത്ര പഠിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് നിങ്ങൾ അത്ര പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കൂ, അപ്പം നിങ്ങൾക്കും കാര്യം മനസ്സിലാവും. അത് നിങ്ങൾ അത്ര പഠിക്കാത്തത് കൊണ്ടാണ്, അത്രമാത്രം പഠിക്കാത്തത് കൊണ്ടാണ്. എങ്ങനെയാ പറയാ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ അതിൽ അത്രമാത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചു അല്ലേ? അപ്പോൾ അതുപോലെയാണെങ്കിൽ എങ്ങനെയാ അത് പറയാ? ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ലേൺ ഇറ്റ് ദാറ്റ് മച്ച്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ലേൺ ഇറ്റ് ദാറ്റ് മച്ച്. അത് നിങ്ങൾ അത്ര പഠിക്കാത്തത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ലേൺ ഇറ്റ് ദാറ്റ് മച്ച്. അത് നിങ്ങൾ അത്ര
പഠിക്കാത്തതുകൊണ്ടാണ്. ഇങ്ങനെയാണത് പറയുന്നത്. തന്നെ ഒരാൾ ഇങ്ങനെ പറയാണ്, എന്താണ് പ്രോബ്ലം എന്നറിയില്ല, ഞങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ല. എന്താണ് പ്രോബ്ലം എന്നറിയുന്നില്ല, ഞങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഒരാൾ പറയാണ്, അത് നിങ്ങൾ ബില്ല് അടക്കാത്തത് കൊണ്ടാണ്. ബില്ല് മുഴുവനായിട്ടും അടക്കാതെ അവർ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. ബില്ല് മുഴുവനായിട്ടും അടക്കാതെ പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. അത് നിങ്ങൾ ബില്ല് അടക്കാത്തത് കൊണ്ടാണ്. എങ്ങനെയാ പറയാ? അത് നിങ്ങൾ ബില്ല് അടക്കാത്തത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് പേ ദ ബിൽ. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് പേ ദ ബിൽ. അത് നിങ്ങൾ ബില്ല് അടക്കാത്തത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് പേ ദ ബിൽ. അത് നിങ്ങൾ ബില്ല് അടക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരാൾ ഒരു പ്ലേസിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്, അവിടെ അങ്ങനെയൊന്നുമില്ല, ആളുകൾ വെറുതെ പറയുന്നതാണ്, അവർ ഈ പറയുന്നത് പോലെയൊന്നും അവിടെ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇത് കണ്ടിട്ടുള്ള മറ്റൊരു വ്യക്തി പറയാണ്, അത് നീ അവിടെ പോവാത്തത് കൊണ്ടാണ്. അത് ഇതിനു മുമ്പ് നീ അവിടെ പോകാത്തത് കൊണ്ടാണ്. എങ്ങനെയാ പറയുന്നത്? ഇതിനു മുമ്പ് നീ അവിടെ പോകാത്തത് കൊണ്ടാണ് എന്ന് പറയാണ്. അപ്പൊ എങ്ങനെയാണ്? ഇത്രയും പറഞ്ഞ പാറ്റേണിലാണെങ്കിൽ ഈ കാര്യം എങ്ങനെയാണ് പറയുന്നത്? ഇതിനു മുമ്പ് നീ അവിടെ പോകാത്തത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ഗോ ദെയർ ബിഫോർ. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ഗോ ദെയർ ബിഫോർ. അത് നീ ഇതിനു മുമ്പ് അവിടെ പോകാത്തത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ഗോ ദെയർ ബിഫോർ. ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് ബിക്കോസ് യു ഡോണ്ട് ഗോ ദെയർ ബിഫോർ. നീ ഇതിനു മുമ്പ് അവിടെ പോവാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഇതേ സെന്റൻസ് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ പറയാൻ പറ്റും. നീ ഇതിനു മുമ്പ് അവിടെ പോവാത്തത് കൊണ്ടാണ്, അവിടെ ചെല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു രീതിയിലും സാധാരണ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണത് പറയുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഹാവൻറ്റ് ബീൻ ദെയർ ബിഫോർ. ദാറ്റ് ഇസ് ബിക്കോസ് യു ഹാവൻറ്റ് ബീൻ ദെയർ ബിഫോർ. അങ്ങനെയാണ് സാധാരണ നമ്മൾ പറയുന്നത്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഹാവൻറ്റ് ബീൻ ദെയർ ബിഫോർ. ഇതിനു മുമ്പ് നീ അവിടെ പോവാത്തത് കൊണ്ടാണ് എന്നുള്ളതിന് ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് രീതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒന്നുകൂടെ കംഫർട്ടബിൾ. ഞാൻ രണ്ടാമത് പറഞ്ഞ രീതിയാണ്. ദാറ്റ് ഇസ് ബിക്കോസ് യു ഹാവൻറ്റ് ബീൻ ദെയർ ബിഫോർ. നീ ഇതിനു മുമ്പ് അവിടെ പോവാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ബിക്കോസ് എന്നുള്ള ഈ രീതി വെച്ചിട്ടാണ് നമ്മൾ അത് നീ അവിടെ പോവാത്തത് കൊണ്ടാണ്, അത് നീ ഇംഗ്ലീഷ് പഠിക്കാത്തത് കൊണ്ടാണ്, അത് നീ അവനോട് ചോദിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ദാറ്റ് ഇസ് ബിക്കോസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും